അമേരിക്കയും ഇറാനും തമ്മിൽ ഇനിയൊരു വലിയൊരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടാകുമോ? ഉണ്ടായേക്കാം എന്ന് മാത്രമല്ല, അതൊരിക്കലും ഒഴിവാക്കാനാവാത്ത വിധം വരും ദിവസങ്ങളിൽ ആസന്നമാണ് എന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. പുതിയ നേതാവായി ചുമതലയേറ്റ മുജ്തബ കാംനായി അലി കാംനായിയുടെ കബറടക്കത്തിന് ശേഷം നടത്തിയ ആദ്യ പ്രഖ്യാപനം തന്നെ പിതാവിൻ്റെ ചോരയ്ക്ക് കടുത്ത പ്രതികാരം ചെയ്യും എന്നായിരുന്നു. വെറുമൊരു വൈകാരിക പ്രതികരണമല്ല ഇത്, മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങളെ ഉപരോധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ നയതന്ത്രത്തോടുള്ള ഇറാൻ്റെ പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ്. വിശദമായി നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസമുണ്ടാക്കിയ ധാരണാപത്രം പോലും അമേരിക്ക അട്ടിമറിച്ചതോടെ US-നെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായി അമേരിക്ക പയറ്റുന്ന ഒരു തന്ത്രമാണ് കോവസീവ് ഡിപ്ലോമസി, ഭീഷണിപ്പെടുത്തിയുള്ള നയതന്ത്രം. കാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് ചിലർ വിളിക്കും. ഒരു കൈയിൽ ആകർഷകമായ ഓഫറുകളും മറുകൈയിൽ കടുത്ത ഭീഷണിയുടെ വടിയും. സാമ്പത്തിക ഉപരോധങ്ങൾ മാറ്റാം, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗമാക്കാം തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഒരു ഭാഗത്തുണ്ടാകും. മറുവശത്ത് ഇറാനെ ആകെ തകർത്ത് ഇല്ലാതാക്കും എന്ന ഭീഷണിയും. കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം ഇറാനെ പഠിപ്പിച്ച കാര്യം ഇതാണ്. ഇറാനുമായുണ്ടാക്കിയ ആണവ കരാറിൽ നിന്നുൾപ്പെടെ ആദ്യം ഏകപക്ഷീയമായി പിന്മാറിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ ഭീഷണി രാഷ്ട്രീയത്തിന് മുന്നിൽ ഇനി കീഴടങ്ങേണ്ടതില്ല എന്നും അമേരിക്കയുടെ കപട നയതന്ത്രത്തെ പൂർണ്ണമായും തകർക്കണമെന്നും തെഹ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസത്തെ ധാരണാപത്രത്തിലെ ആദ്യ നിബന്ധന പോലും തുടക്കം മുതൽ അമേരിക്കയും ഇസ്രായേലും പാലിച്ചിട്ടില്ല. ധാരണ നിലവിലിരിക്കെ തന്നെ ലബനാനു നേരെ കടുത്ത ആക്രമണം തുടരുകയായിരുന്നു ഇസ്രായേൽ. ദക്ഷിണ ലബനാനിൽ നിന്ന് പിന്മാറാനോ വെടിവെപ്പ് നിർത്താനോ ഇസ്രായേൽ സൈന്യം തയ്യാറായില്ല. ഇതിനെല്ലാം പുറമെ ഏതു നിമിഷവും ഇറാനെതിരെ സൈനിക ബലം പ്രയോഗിച്ചേക്കാം എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന ഭാഷയാണ് അമേരിക്ക ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് കരാറിലെ ഇറാൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള 2-ാം വകുപ്പിൻ്റെ നഗ്നമായ ലംഘനമാണ്. പരമാധികാരം എന്നത് കര അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് കരയും കടലും ആകാശവും ഉൾപ്പെടുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ്റെ സമുദ്രാതിർത്തിയിലെ പരമാധികാരം അംഗീകരിക്കാൻ അമേരിക്ക യഥാർത്ഥത്തിൽ തയ്യാറല്ല. അതിനെ മറികടക്കാനുള്ള വഴികളാണിപ്പോൾ US അന്വേഷിക്കുന്നത്. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവിനെയും ജനറൽമാരെയും വധിക്കാൻ അമേരിക്കയും ഇസ്രായേലും മടിക്കില്ല എന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലനിൽപ്പിനായി ഇറാൻ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നാറ്റോയുടെ ഇടപെടലാണ്. കഴിഞ്ഞയാഴ്ച തുർക്കിയിൽ സമാപിച്ച നാറ്റോ ഉച്ചകോടിയിൽ ഇറാനെ തങ്ങളുടെ ഔദ്യോഗിക ഭീഷണിയായി നാറ്റോ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇനി എന്ത് സംഭവിച്ചാലും അത് നാറ്റോ സഖ്യം നേരിടണം. ഇറാൻ്റെ അതിർത്തി രാജ്യമായ തുർക്കിയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള പാശ്ചാത്യ നീക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത ഒരു ഘട്ടത്തിലാണ് പശ്ചിമേഷ്യ. അമേരിക്ക കരാറുകളോട് മാന്യത പുലർത്താത്തിടത്തോളം കാലം ഇറാൻ അവരുടെ ആണവ സൈനിക ശേഷി ഉപയോഗിച്ച് പ്രതികാരത്തിന് മുതിരും എന്ന് ഉറപ്പാണ്. അത് പശ്ചിമേഷ്യയെ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ തകിടം മറിക്കും. മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നിരീക്ഷിക്കുന്നവരും ഉണ്ട്.